വീണ്ടും ഞാൻ വന്നു. വരാണ്ടിരിക്കാൻ പറ്റൂലല്ലോ. അമ്മ അതൊരു ചാകരയില്ലേ, നമുക്ക് ചാകര. നമസ്കാരം, ഞാൻ ജസ്ന സലീം. ഈ വീഡിയോ ആർക്കുള്ളതാണെന്നറിയോ? നമ്മുടെ പുള്ള ചേച്ചിക്കുള്ളതാണ്. പുള്ള ചേച്ചിന്റെ കയ്യിൽ ഞാൻ 14 വയസ്സ് തൊട്ടിട്ട് കൊടുത്ത കേസുകളുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്നു. അപ്പൊ പുള്ള ചേച്ചിയെ 3.5 വയസ്സായ ഒരു കൊച്ചിനെ ഒഴിവാക്കി ജസ്റ്റിന്റെ കൂടെ പോയിട്ട് ജസ്റ്റിനെ കൊന്നുങ്ങാന് വേറൊരുത്തന്റെ കൂടെ ഇപ്പം ജീവിക്കുന്ന നിങ്ങള് മറ്റൊരാളെ പറ്റി കുറ്റം പറയാനുള്ള അർഹത നിങ്ങൾക്ക് ഉണ്ടോ? പുള്ള ചേച്ചി പറ. പുള്ള ചേച്ചിയെ ഉണ്ടോ ചോദിക്കുന്നത് ആരാന്ന് മനസ്സിലായോ? ജസ്ന സലീം. ഇതിനു മുമ്പ് സ്മൃതി എന്ന യൂട്യൂബർക്കെതിരെ സ്മൃതി കൊയിലാണ്ടിയിലെ ഏതോ ഒരു ഹോസ്പിറ്റലിൽ വന്നു ഗർഭം അലസിപ്പിക്കാൻ, അതായത് അബോർഷൻ ചെയ്യാൻ വേണ്ടി സ്മൃതി എത്തി. അത് ഇവർ കണ്ടു എന്ന രീതിയിൽ സ്മൃതിക്കെതിരെ ഇവരൊരു കുപ്രചരണം നടത്തിയിരുന്നു. അപ്പോൾ ഇവരെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ വന്നു കഴിഞ്ഞിട്ട് അവരെ ഇത്തരം അശ്ലീലങ്ങൾ പറയുക. ഇപ്പം സ്മൃതിയെ ഗർഭം അലസിപ്പിക്കാൻ വന്നു എന്നാണ് പറഞ്ഞത്. ഇവിടെ ശ്രീലാപ്പിള്ള ഒരാളെ ആക്കി എന്നാണ് പറയുന്നത്. കാരണം എനിക്ക് ആ വാക്ക് പറയാൻ പറ്റാഞ്ഞിട്ടാണ് ഞാൻ പറയാത്തത്. അപ്പം ഇത്തരത്തിലൊക്കെ ആരോപണങ്ങൾ നടത്തുന്ന നമ്മുടെ ഭക്തവത്സലയായ ജസ്ന സലീം പറയുന്നത് നിങ്ങൾ കേൾക്കൂ. ആ പാവം ജസ്റ്റിനെ കൊന്നപ്പോ നിങ്ങൾ ഒരു സ്ത്രീ ഒരു പുരുഷനെ കൊന്നു കഴിഞ്ഞിട്ട് അത് നിസ്സാര കുറ്റമല്ല ഇവിടെ ആരോപിച്ചിരിക്കുന്നത്. ഒരു ഗർഭം കലക്കിന്നോ അല്ലെങ്കിൽ ഒരാളുടെ കൂടെ പോയിന്നോ ഒരു അവിഹിത ബന്ധകഥയോ ഒന്നുമല്ല. ഒരാളെ കൊന്നു എന്നുള്ള ഒരു കഥയാണ് ഇവിടെ പ്രചരിപ്പിക്കുന്നത്. ഞാന് ആരും അറിയാതെ ആ വേറെ ആൾക്കാരുടെ തലയിൽ കെട്ടിവെച്ച് വേറെ 2-3 എണ്ണത്തിനെ ജയിലിൽ പറഞ്ഞേച്ച് അവരെ ജാമ്യത്ത് പോലും എടുക്കാതെ നടന്ന നിങ്ങൾക്ക് മറ്റൊരു സ്ത്രീനെ കുറ്റം പറയാനുള്ള അവകാശമുണ്ടോ? നിങ്ങളുടെ കുഞ്ഞിന് നിങ്ങൾ ഇട്ടേച്ച് പോകുന്ന സമയത്ത് 3.5 വയസ്സാണ്. ഞാനേതായാലും എന്റെ കുട്ടികളെ അതൊക്കെ കൃത്യമായിട്ട് നമ്മുടെ ജസ്ന സലീമിനെ അറിയാട്ടോ. ഒഴിവാക്കിയിട്ടൊന്നുമില്ലല്ലോ. 14-ാം വയസ്സ് തൊട്ടിട്ട് എന്റെ പേരിൽ ഞാൻ പുരുഷന്മാരുടെ പേരിൽ കേസ് കൊടുത്തതായിട്ടുണ്ട് എന്ന് നിങ്ങൾ ഞാനൊരു പുരുഷനെയും കൊന്ന് കുഴിച്ചു മൂടിയിട്ടില്ല. അത് ഏറ്റെടുത്തെങ്ങാന് എനിക്ക് വേണ്ടിയിട്ട് വേറെ പുരുഷന്മാരായിട്ട് ജയിലിൽ പോയിട്ടുമില്ല. ഇതൊക്കെ ഓർമ്മയുണ്ടോ പുള്ള ചേച്ചിക്ക്? നന്നായിട്ട് പുള്ള ചേച്ചിന്റെ ഡീറ്റെയിൽ ഒക്കെ എനിക്കറിയാവുന്നതാ. പുള്ള ചേച്ചി ഇങ്ങനെ അപ്പൊ ഒരാളുടെ പേരില് എന്താരോപിക്കാണ്? കൊലപാതക കുറ്റമാണ് ആരോപിക്കുന്നത്. ഇവിടെ പരബന്ധമല്ല, പരപുരുഷ ബന്ധമല്ല, ഗർഭം കലക്കിയല്ല ആരോപിക്കുന്നത്. ഒരാളെ കൊല ചെയ്യാൻ ശ്രമിച്ചു എന്നല്ല, കൊല ചെയ്തു എന്നുള്ളൊരു കുറ്റമാണ് ഇവിടെ ആരോപിക്കുന്നത്. അപ്പം തെളിവുകളൊക്കെ നമ്മുടെ ജസ്ന സലീമിൻ്റെ കയ്യിലുണ്ട് എന്നാണ് ജസ്ന സലീം ഇപ്പം പറഞ്ഞത്. നിങ്ങളെല്ലാവരും കേട്ടല്ലോ, ഒന്നുകൂടി കേൾക്കാം. ഛർദിക്കുമ്പോൾ എനിക്ക് ഛർദിക്കാൻ അറിയാഞ്ഞിട്ടും അട്ടുമില്ല. ഇതൊക്കെ ഓർമ്മയുണ്ടോ പുള്ള ചേച്ചിക്ക്? നന്നായിട്ട് പുള്ള ചേച്ചിന്റെ ഡീറ്റെയിൽ ഒക്കെ എനിക്കറിയാവുന്നതാ. പുള്ള ചേച്ചി ഇങ്ങനെ അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ഒക്കെ നമ്മുടെ ജസ്ന സലീമിന് അറിയാം എന്നാണ് പറയുന്നത്. ഛർദിക്കുമ്പോൾ എനിക്ക് ഛർദിക്കാൻ അറിയാഞ്ഞിട്ടും അല്ല. പിന്നെ പുള്ള ചേച്ചി പറഞ്ഞ വേറൊരു കാര്യത്തിനോടുള്ള മറുപടി, ലസിത പാലക്കൽ എന്നോ എടുത്തു. അതവിടെ നിൽക്കട്ടെ, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതിനു മുമ്പ് എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്മൃതിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലസിതേനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷെഫീന ബീബിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷെഫീന ബീബിയുടെ മക്കളെ അടക്കം ബന്ധപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവള് ഷെഫീന ബീബിയുടെ മകനും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന രീതിയിൽ ഇവള് തന്നെ പറഞ്ഞു വരുത്തുന്ന വീഡിയോ വരെ ഇവള് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത്തരത്തിൽ ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്തൊരു വ്യക്തി ഇങ്ങനെ വന്നിട്ട് ഒരാൾക്ക് നേരെ കൊലപാതക കുറ്റം ആരോപിക്കുമ്പോൾ തെളിവുകളൊക്കെ അവരുടെ കയ്യിലുണ്ടെന്ന് പറയുന്നു, അവർക്കെല്ലാം അറിയാമെന്ന് പറയുന്നു. അപ്പോൾ എന്തുകൊണ്ട് ശ്രീലാപ്പിള്ളയ്ക്ക് തീർച്ചയായിട്ടും നിയമ നടപടികൾക്ക് പോവാലോ? ഗർഭം കലക്കിയൊന്നല്ലല്ലോ ആരോപിക്കുന്നത്, ഒരാളെ കൊല ചെയ്തു എന്നുള്ളൊരു കുറ്റമല്ലേ ആരോപിക്കുന്നത്. ഇത്രയും വലിയൊരു കുറ്റം ആരോപിച്ചിട്ടും എന്തുകൊണ്ട് ശ്രീലാപ്പിള്ള കേസിന് പോകുന്നില്ല എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. തെളിവുകളൊക്കെ ആയമ്മയുടെ കയ്യിലുണ്ടെന്നാണ് ഈ ആയമ്മ വന്നിരുന്ന് പറയുന്നത്. അങ്ങനെയുള്ള സ്ഥിതിക്ക് ശ്രീലാപ്പിള്ളയ്ക്ക് ആ തെളിവുകൾ പുറത്തിടാൻ വേണ്ടി ശ്രീലാപ്പിള്ളയ്ക്ക് ഒരു കേസ് കൊടുത്തൂടെ?
ശ്രീലാപിള്ളയുടെ നേരെ ആരോപിക്കുന്ന കുറ്റം നിസാര കുറ്റമല്ല. എല്ലാ കഥകളും എല്ലാ കാര്യങ്ങളും എല്ലാ തെളിവുകളും ജസ്ന സലീമിൻ്റെ കയ്യിലുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കഴിഞ്ഞ ആഴ്ചയിലും കൂടി എന്തോ കോക്ടെയിലിൻ്റെ കാര്യം പറഞ്ഞിട്ട് എന്നെ ഭീഷണിപ്പെടുത്താൻ നോക്കി. എടി ചൂലേ, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ കൊണ്ടുവന്ന് ഇട്. അതാണ് എനിക്ക് പറയാനുള്ളത്. നീ വോയിസും ചാറ്റൊക്കെ കൊണ്ടുവന്ന് ഇടറി, ഞാനൊന്ന് അറുമതിക്കട്ടെ. സ്മൃതിനെ പറഞ്ഞു ഗർഭം കലക്കിയാക്കി. ഷെഫീന ബീബീനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലിസിദ പലക്കൽ ഒളിച്ചോടിപ്പോയ കഥ, അവളൊരാൾക്കടെ കൂടെ പോയി കല്യാണം കഴിച്ചു, രണ്ടാമത് കല്യാണം കഴിച്ച് ജീവിക്കുന്ന അവളെ വെറും മോശമാക്കി. അങ്ങനെ എല്ലാ സ്ത്രീകളെയും മോശക്കാരിയാക്കി ചിത്രീകരിക്കുന്ന ഇവരുടെ കയ്യിൽ തെളിവുണ്ട്. അതുകൊണ്ട് ധൈര്യമായിട്ട് ശ്രീലാപിള്ളയ്ക്ക് കംപ്ലൈൻറ്റുമായിട്ട് മുന്നോട്ട് പോകാവുന്നതാണ്. കേസ് കൊടുക്കണം പിള്ളേച്ച. അല്ല പിന്നെ ഇതിനൊന്നും ഇങ്ങനെ തുറന്നു വിടാൻ പാടില്ല. അപ്പം